ആദ്യം ഞങ്ങള് പൊട്ടിച്ചിരിക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഇമോഷണൽ ഫീലിലോട്ട്. എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ പൊട്ടിച്ചിരിക്കാൻ? അതിപ്പോ അകത്തോട്ട് സൗണ്ട് എടുത്തിട്ട് പൊട്ടിച്ചിരിക്കണം. അകത്തുനിന്ന് സൗണ്ട് എടുക്കും. ചിരിച്ചിട്ട് എന്നിട്ട് പൊട്ടിച്ചിരിക്കേ. അതെങ്ങനെയാ? ഒന്ന് കാണിച്ചു. പൊട്ടിയായിട്ട് ചിരിക്കുന്ന പോലെ. പൊട്ടിയായിട്ട് ചിരിക്കുന്ന പോലെ. അകത്തുനിന്ന് സൗണ്ട് എടുത്തിട്ട് ഒന്ന് ചിരിച്ചു കാണിക്കോ? ആണുങ്ങളുടെ വോയിസും കൂടെ കൊണ്ടുവരണം. ഇപ്പൊ ആരുടെ വോയിസാ വന്നത്? ഇപ്പൊ വന്നത് പിന്നെ ഇപ്പൊ പെണ്ണുങ്ങളുടെ വോയിസാ വന്നേ. ആരാണോ അത് ചെയ്യുന്നത്, അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ, അവരുടെ വോയിസ് കൊണ്ടുവരണം. ഇത് പെണ്ണിന്റെ വോയിസാ. ഇതും പെണ്ണിന്റെ ആണോ? എനിക്കിപ്പോ പെണ്ണിന്റെ വോയിസ് ആയി പോയോ? ഗാംഭീര്യം വരട്ടെ. ഗംഭീര്യം. രാജാവിനെ ശരിക്കായിട്ട് തോന്നില്ല. ഇനി അടുത്ത ക്ലാസ് കരയുന്നതായിട്ട് എന്തെങ്കിലും കരയുന്നത് പോലെ ആലോചിക്കണം. എന്തിനെ പറ്റി ആലോചിക്കണം? ആരെങ്കിലും മരിച്ചതോ അങ്ങനെ ആയിട്ട്. ആരെങ്കിലും മരിച്ചോ? എന്തുവാണോ കരയുമ്പോ വരുന്നത് അങ്ങനെ കാണിക്കണം. ആരെങ്കിലും അടി തരുമ്പോഴൊക്കെ ആര് ചേച്ചി അടി ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് പഠിപ്പിച്ചു. ഞാൻ ഇവിടെ അടി കൊടുക്കാൻ റെഡിയാണോ? അപ്പൊ അല്ലേ കിട്ടിയ ചാൻസ് ആണ്. അങ്ങനെ കരയും. നല്ലൊരു സ്റ്റുഡന്റ്. അങ്ങനെയാണോ? ഇപ്പൊ ചിരിച്ചാ ചെയ്തേ. സോറി, ലിപ്പൊക്കെ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നിട്ട് അങ്ങനെ കരയണം. കറക്റ്റ്. എന്നിട്ട് ഒച്ചുണ്ടാക്ക്. എങ്ങനെയാ? ഇനി അടുത്തത് ദേഷ്യം. അത് ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ചീത്ത വർത്താനം പറഞ്ഞു തിരിച്ച് ദേഷ്യത്തിന് കാണിക്കുന്നാട്ട്. അത് വയറില് സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ. ഇപ്പൊ ഉണ്ടാക്കുന്ന വയറില് സൗണ്ട് ഉണ്ടാക്കുന്ന ഏമ്പക്കം വിടുന്ന പോലെ തോന്നുന്നു. അപ്പൊ എങ്ങനെയാണ് ദേഷ്യം വരേണ്ടത്? പല്ല് കടിക്കണം. ഡീറ്റെയിൽസ് ക്യാപ്റ്റൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്ക് ശരിയാവുന്നില്ല. പല്ല് കടിക്കാൻ ചിരിയുള്ളത് ആക്കാൻ പറ്റത്തില്ല. അയ്യോ സ്ട്രിക്റ്റ് ആയിട്ടോ. ഇനി അടുത്ത ഉണ്ണിയങ്കളാ നോക്കി. അടുത്തത് ഉണ്ണിയങ്കള്. ദാദാ വെക്കുന്നുണ്ട് ഉണ്ണിയങ്കള്. ഇത് കറക്റ്റ്. പെർഫെക്റ്റ്. ഇനി അടുത്ത ക്ലാസ്സിൽ കുറേ കൂടെ പഠിപ്പിച്ചു തരണേ കേട്ടോ. ഇപ്പൊ ഏതാണ് പാട്ട്? പച്ചക്കറിക്കായ തട്ടിൽ മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. ഇവിടെ മുത്തശ്ശി വന്നിട്ടില്ലേ? അവിടെ ഇരിക്കുന്നു മുത്തശ്ശി. ആണോ? മുത്തശ്ശിയുടെ പേരെന്താ? മുത്തശ്ശിയുടെ പേര് പൊട്ടറ്റോ എന്നാണോ? പൊട്ടറ്റോ. ഞാൻ അമ്മൂമ്മനെ വിളിക്കും. പൊട്ടറ്റോയുടെ അർത്ഥം എന്താ? ഒരു വെജിറ്റബിള് പൊട്ടറ്റോ. ആണോ? കഴിക്കാറുണ്ടോ? ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്? അത്ര ഇഷ്ടല്ല അല്ലേ? അധികം നോൺ വെജ് ഞാൻ കഴിക്കാറില്ല. കാരണം അത് പൊട്ടറ്റോ തന്നെയാണ്, പക്ഷെ അവരെന്തെങ്കിലും കെമിക്കൽ പൊടിയായിട്ട് ചേർക്കും. നോൺ വെജ് അല്ല, ജങ്ക് ഫുഡ്. അതൊന്നും കഴിക്കാൻ പാടില്ല. നോ 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 നോ.